ഹലോ സ്റ്റുഡൻസ്, സിംപ്ലക്സ് മെത്തേഡിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് 2 പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ പിന്നീട് ഒരിക്കൽ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ചെയ്ത സിമ്പിളായിട്ടുള്ള 2 ടേബിളുള്ള പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് സിംപ്ലക്സ് എല്ലാ കേസിലും അപ്ലൈ ചെയ്യാവുന്ന പോലെ തന്നെയാണ് സിംപ്ലക്സ് മെത്തേഡിൻ്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സിംപ്ലക്സ് ടേബിൾ ഇന്നലത്തെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ചെയ്താണ്. നിങ്ങൾക്ക് ബുക്ക് വേണമെങ്കിൽ നോക്കാം, അതാണ് കുറേയും കൂടെ സൗകര്യം. എനിക്ക് പെട്ടെന്ന് ഡാറ്റ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സ്റ്റെപ്പ് 1, റൈറ്റ് ദ LPP ഇൻ സ്റ്റാൻഡേർഡ് ഫോം. എല്ലാത്തരം പ്രോബ്ലംസും സോൾവ് ചെയ്യത്തില്ല, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പിന്നീട് എല്ലാ തരത്തിലുമുള്ള സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഈ ബേസിക് സിംപ്ലക്സ് മെത്തേഡിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പോസിറ്റീവ് RHS ഉള്ള ഇനിക്വാളിറ്റീസിനെ മാത്രമേ നമുക്ക് എടുക്കാൻ സാധ്യതയുള്ളൂ. ഇനി അത് തന്നാൽ തന്നെയും അതിനെയും സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക. മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, മാക്സിമൈസേഷൻ ആണ് മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മിനിമൈസേഷൻ ആക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് മാത്രമേ വരത്തുള്ളൂ, പോസിറ്റീവ് RHS ആയിരിക്കണം, അല്ലെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യത്തില്ല. അതിന് നമുക്ക് 2 ഫേസ് ഓഫ് ഇഗമോ ഒക്കെ പിന്നീട് വേണം, നിങ്ങൾക്ക് അറിയാം, കുറേ പരിചയം ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ സ്ലാക്ക് വേരിയബിൾസ്, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ, സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്ത് ഈക്വാളിറ്റീസ് ആക്കുന്നു. അതാണ് നമ്മളുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ദിസ് ഇസ് സ്റ്റെപ്പ് 1. ദെൻ സ്റ്റെപ്പ് 2, എക്സാമിൻ ദ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ്. ഇത് സ്റ്റെപ്പ് 2ലെ പ്രോസസ്സ്. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലാക്കി കൺവേർട്ട് ചെയ്തു, അത് ടേബിളിൽ എഴുതി. റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾക്കറിയാം, നെറ്റ് എവാലുവേഷൻസും ടേബിളിന്റെ പൊക്കത്തിൽ എഴുതിയിരിക്കുന്ന വാല്യൂസും ഈ വാല്യൂസും സെയിം ആയിരിക്കും. കാൽക്കുലേഷൻ ചെയ്താലും ഇല്ലെങ്കിലും അതങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എക്സാമിൻ ദ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ്. റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ്, ഇതാണ് റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ്. റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ്. എക്സാമിൻ ദ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് ഇഫ് ഓൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ -5 -3 ഒക്കെ ഉണ്ട്. 0 വരാം. ഓൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, then the current solution is optimal. ചില പ്രോബ്ലത്തിൽ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ അങ്ങനെ വന്നു എന്ന് വരാം, ആദ്യത്തെ ടേബിളിൽ തന്നെ അങ്ങനെ വേണമെങ്കിൽ വരാം. അപ്പൊ അങ്ങനെ വന്നെങ്കിൽ അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്, വന്നെങ്കിൽ. അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് അങ്ങനെ വന്നില്ലെങ്കിലത്തെ കാര്യം പറയുന്നത്. എല്ലാ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസും നോൺ നെഗറ്റീവ് അല്ല എങ്കിൽ പിക്ക് ഔട്ട് ദ ന്യൂമറിക്കലി ലാർജസ്റ്റ് നെഗറ്റീവ് കോഎഫിഷ്യന്റ്. അതർവൈസ്, സെക്കൻഡ് സ്റ്റെപ്പിലെ സംഭവിച്ചില്ലെങ്കിൽ, അതാണ് അതർവൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞതുപോലെ എല്ലാ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസും, അല്ലെ നെറ്റ് എവാലുവേഷൻസ് എന്നും ഇതിനെ പറയും. നെറ്റ് എവാലുവേഷൻസ് ഇത് എല്ലാം നോൺ നെഗറ്റീവ് ആയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിലെ ന്യൂമറിക്കലി ലാർജസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ, നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ലീസ്റ്റ് വാല്യൂ, അല്ലെങ്കിൽ മൈനസ് സൈൻ ഉപേക്ഷിച്ചിട്ട് മൈനസ് ഉള്ളതിനെ മാത്രം നോക്കുക, മൈനസ് ഉപേക്ഷിച്ചിട്ട് ന്യൂമറിക്കലി ലാർജസ്റ്റ്. നെഗറ്റീവ്സ് മാത്രം, -5 -3 മൈനസ് സൈൻ ഉപേക്ഷിച്ചു, അപ്പോൾ വലുതെടുത്താൽ മതി. അതാണ് നെഗറ്റീവ്സിലെ ലീസ്റ്റ്. അപ്പോൾ -5നെ ഈ കേസിൽ ഇവിടെ ഇടയ്ക്ക് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ കേസിലും. അപ്പോൾ -5നെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, ഇവിടെ ഇപ്പോൾ സെലക്ട് ചെയ്തത് -5നെ, ഓരോ ടേബിളും അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ട്. അപ്പോൾ അത് നിൽക്കുന്ന കോളത്തിന് മുഖത്തിലേക്ക് നോക്കിയാൽ അതിന്റെ വേരിയബിൾ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇത് നിൽക്കുന്ന കോളം P1-ൻ്റെതാണ്. അപ്പോൾ ആ P1 അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ x1, P1 ഓർ ഇറ്റ്സ് വേരിയബിൾ x1 എൻറ്റേഴ്സ് ദ ബേസിസ്. അതുകൊണ്ട് ആരാണ് ബേസിസിൽ വരുന്നത് എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി നമുക്ക് ആരാണ് പുറത്ത് പോകുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാം. അതാണ് നമ്മൾ സ്റ്റെപ്പ് 4ലേക്ക് പോവാം. അതിന് ഇപ്പോൾ P1 സെലക്റ്റഡ് ആയി, അത് PI സെലക്റ്റഡ് ആയെങ്കിൽ B/PI. ഇവിടെ B/P1 ആണ്, വേറൊരു ടേബിൾ വരുമ്പോൾ B/P3 ആവാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ടേബിൾ ഹെഡിങ് B/PI എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ദ B/PI റേഷ്യോസ്. അത് ഇവിടെ നമ്മൾ ചെയ്തത് B/P1 ആയതുകൊണ്ട് അതും എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ. എങ്ങനെയായി തീരുമാനിക്കാം? തൊട്ട് മുമ്പിലത്തെ സ്റ്റേജിൽ പറഞ്ഞതനുസരിച്ച് അവിടെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് വെക്കും. ഈ റൗണ്ട് ചെയ്ത് വെക്കുന്നത് ഏത് കോളത്തിലാണോ ഉള്ളത്, ലീസ്റ്റ് നെഗറ്റീവ് വാല്യൂ കോസ്റ്റ് കോഎഫിഷ്യൻസിൽ നിന്ന്, റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഏത് കോളത്തിലാണ്, അതാണ് PI ഏതാണ് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ B/PI റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക. B/PI റേഷ്യോസിലെ അവിടെ തിരിച്ചാണ്. കോസ്റ്റ് കോഎഫിഷ്യൻസിൽ നമ്മൾ നെഗറ്റീവ്സ് ആണ് പരിഗണിച്ചതെങ്കിൽ ഇവിടെ നെഗറ്റീവ്സിനെ പരിഗണിക്കത്തില്ല. B/PI റേഷ്യോസിൽ പോസിറ്റീവ് മാത്രമേ പരിഗണിക്കത്തുള്ളൂ, അതിലെ ലീസ്റ്റ് ആണ് എടുക്കുക. അതിലെയും ലീസ്റ്റ് തന്നെ എടുക്കുക. അപ്പോൾ 2 to 4 ആണ് നമ്മുടെ റേഷ്യോസ്. B/P1 ratios, these are
ഈ കേസിൽ B/P1 ആണ് നമുക്ക് ആവശ്യം. B/P1 റേഷ്യോസ്. അതിലെ ലീസ്റ്റ് ഏതാ? ലീസ്റ്റ് 2 2 ഉണ്ട്. പിന്നത്തെ നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യാൻ ആദ്യത്തെ 2 എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് P1നെ അല്ല X1നെ ബേസിസിലേക്ക് കൊണ്ടുവരാൻ പോവാം. അപ്പൊ ഈ പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷനിലാണ് കൊണ്ടുവരുന്നത്. ഇവിടെ 1 വരണം, ബാക്കി പൊസിഷനിൽ 0 ആവണം. ഇത് 1 മാറേണ്ടത് ഇങ്ങനെ, ഇത് 0 ഇത് 0 എന്ന് മാറും. ഇവിടെ എടുത്ത 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമ്മുടെ പണി കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരുപോലെ വരുമ്പോൾ നമ്മുടെ പണി എളുപ്പമാവാനുള്ള സെലക്ഷൻ നടത്തും. അപ്പോൾ ആ 1നെ തന്നെ നമുക്ക് അതേപോലെ നിർത്താം, അല്ലെങ്കിൽ ആ റോ അതുപോലെ തന്നെ നിർത്താം എന്നൊരു ലാഭമുണ്ട്. പിന്നത്തെ കാൽക്കുലേഷനിലാണല്ലോ എളുപ്പമുണ്ട്. ഇതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത്. ഇത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളങ്ങനെ ലീസ്റ്റ് റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെലക്ഷൻ കോളത്തിലും കൂടെ നടത്തുന്നു, അല്ല റോയിലും കൂടെ കോളത്തിലും കൂടെ നടത്തുന്നു. മുമ്പേ നമ്മൾ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്തു, ഇപ്പൊ ഫസ്റ്റ് റോ സെലക്ട് ചെയ്തു. ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ് ദിസ് വിൽ ബി സെലക്റ്റഡ്. അങ്ങനെ ഒരു എലമെന്റ് കൂടി നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, B/P റേഷ്യോസ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചത് ഫസ്റ്റ് റോയെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് റോയിൽ മാറ്റം വരും, അല്ലെങ്കിൽ X3 ബേസിസിൽ നിന്ന് X3 ലീവ്സ് ദ ബേസിസ്. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു X1 enters the basis. അപ്പൊ ആരെങ്കിലും പുറത്തു പോകണം, അത് ആരാ പോകുന്നതെന്ന് B/P റേഷ്യോസ് തീരുമാനിക്കും. X3 ലീവ്സ് ദ ബേസിസ്. അപ്പൊ ആ സ്റ്റെപ്പും കഴിഞ്ഞു, 4th സ്റ്റേജും കഴിഞ്ഞു. ഇനി 5th സ്റ്റേജിൽ ഒരു കാര്യം പറയുന്നത്, അതാണ് നിങ്ങൾക്ക് ഇന്നലെ ഒരു പ്രോബ്ലം അസൈൻമെന്റ് തന്നിരുന്നു. ഓൾ ദ B/P റേഷ്യോസ് ആർ നെഗറ്റീവ് ഇൻ എ പെർട്ടിക്കുലർ സ്റ്റേജ്. ഇങ്ങനെ നമ്മൾ B/P കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാ B/Pയും നെഗറ്റീവ് ആയ. അതെങ്ങനെ B/P നെഗറ്റീവ് ആകുക? B പോസിറ്റീവ്സേ വരത്തുള്ളൂ, ഇക്വേഷൻസിന് റൈറ്റ് സൈഡ് പോസിറ്റീവേ വരത്തുള്ളൂ, എപ്പോഴും അങ്ങനെ വരത്തുള്ളൂ. കാനോനിക്കൽ ഫോമിൽ അങ്ങനെ വേണമെന്ന് നമ്മൾ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. കാനോനിക്കൽ ഫോം ആണ് സിംപ്ലക്സ് ടേബിൾ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അത് റൈറ്റ് സൈഡ്സ് ആണ്, അത് പോസിറ്റീവേ വരത്തുള്ളൂ. ദെൻ എങ്ങനെയാ B/P നെഗറ്റീവ് ആയ? അപ്പോൾ PI വാല്യൂസ് നെഗറ്റീവ് ആയിട്ടാണ്. അപ്പോൾ B/P നെഗറ്റീവ് ആകാൻ അങ്ങനെ മാത്രമേ സാധ്യതയുള്ളൂ, എല്ലാ PIയും നെഗറ്റീവ് ആകുമ്പോൾ മാത്രം. അപ്പോൾ അത് ചിലപ്പോൾ സംഭവിക്കാം. ദെൻ ദ പ്രോബ്ലം ഹാസ് ആൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ. നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്തു, ബുക്കിൽ സോൾവ് ചെയ്തു എന്ന് ഉറപ്പിക്കാമല്ലോ. ബുക്കിൽ സോൾവ് ചെയ്തിട്ട് അവസാനം കൺക്ലൂഷൻ എഴുതാൻ പറഞ്ഞത്. ഈ എല്ലാ ക്ലാസ്സിലെ അസൈൻമെന്റ്സ് വെരിഫൈ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു പണിയാണ്. അപ്പോൾ ആ പണിയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പണി കുറയ്ക്കരുത്. നിങ്ങൾ പ്രോബ്ലം തീർച്ചയായിട്ടും സോൾവ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് കൺക്ലൂഷൻ എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് കൺക്ലൂഷൻ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ കൺക്ലൂഷൻ പലരും പലതരത്തിൽ എഴുതി. പക്ഷെ നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങളുടെ കൺക്ലൂഷൻ കണ്ടപ്പോൾ ബോധ്യമാകുന്ന രീതിയിലാണ് കാണുന്നത്. തെറ്റിച്ചാണോന്നും അറിയത്തില്ല. അങ്ങനെ ഒന്നും ചെയ്തേക്കരുത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളെ അതുപോലെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സാഹചര്യം ഇല്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നല്ല PG സ്റ്റുഡൻസ് ആണ്, നല്ല ഉത്തരവാദിത്തോടെ തന്നെ നിങ്ങൾ പെരുമാറുക. അപ്പോൾ നിർബന്ധിക്കാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ആ കാര്യം കൂടെ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും തന്നെ കൺക്ലൂഷൻ എഴുതിയിരുന്നു. ചിലർ പറഞ്ഞത് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ്, ചിലർ പറഞ്ഞത് പ്രോബ്ലം സൊല്യൂഷൻ ഇല്ല, ചിലർ വേണ്ട കാര്യം തന്നെ പറഞ്ഞു, പ്രോബ്ലത്തിന് അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. B/P റേഷ്യോസ് ആർ നെഗറ്റീവ് മീൻസ് ഓൾ ദ B/P റേഷ്യോസ് ആർ നെഗറ്റീവ് മീൻസ് പ്രോബ്ലം ഹാസ് ആൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ. ക്വസ്റ്റ്യൻ പഠിപ്പിക്കാതെ ചോദിച്ചത് സിംപ്ലക്സ് ടേബിൾ നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ സോൾവ് ചെയ്യുക. ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ചെന്ന് പെടട്ടെ എന്ന് വിചാരിച്ച് തന്നെ ആ പ്രോബ്ലം തിരഞ്ഞിട്ട് തന്നെ ഞാൻ തന്നതാണ്, അറിയാതെ സംഭവിച്ചൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്തല്ലോ. അപ്പോൾ B/P നെഗറ്റീവ് ആകുമ്പോൾ ഇപ്പോൾ കൺക്ലൂഷൻ എഴുതിക്കണം കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ. അതിന് സൊല്യൂഷൻ ഇല്ല എന്നൊന്നും അല്ല, അൺബൗണ്ടഡ് സൊല്യൂഷൻ. സൊല്യൂഷൻ ഉണ്ട് അറ്റ് ഇൻഫിനിറ്റി. അതാണ് മാക്സിമം വാല്യൂ ആയിരുന്നു ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. മാക്സിമം പ്ലസ് ഇൻഫിനിറ്റി ആണ് അതിനകത്ത്. മാക്സിമം എവിടെയാണ് എന്ന് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. പ്രോബ്ലം ഹാസ് ആൻ സൊല്യൂഷൻ ഇല്ലാഞ്ഞിട്ടല്ല, ഹാസ് ആൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ. B/P റേഷ്യോസ് നെഗറ്റീവ് എംപ്ലൈസ് അതിന്റെ തിയറിയൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രോബ്ലം ഹാസ് ആൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ. അതാണ് ഇന്നലെ അസൈൻമെന്റ് തന്നിരുന്ന പ്രോബ്ലം. ഇതിങ്ങനെ സംഭവിച്ചാൽ, ഇനി അത് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബേസിസിൽ നിന്ന് പോകുന്ന ആളാരാന്ന് കിട്ടിയിട്ടുണ്ട്. ചേഞ്ച് ദ ബേസിസ്. ഈ പ്രോബ്ലത്തിൽ അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ബേസിസ് ചേഞ്ച് ചെയ്യാം. എങ്ങനെയാ? X3 ലീവ്സ് ദ ബേസിസ്. X3 ബേസിസിൽ നിന്ന് പോയി, എന്നിട്ട് ആര് വന്നു? X1 enters the basis. And so we have to rewrite the equation. അപ്പോൾ X1 വരുന്നു, ഈ പൊസിഷനിലാണ് വരുന്നത്. നേരത്തെ കാണിച്ച പോലെ ഈ പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ 1ഉം മറ്റു പൊസിഷൻസിൽ 0യും വരണം. അപ്പോൾ സെലക്ട് ചെയ്ത റോയിൽ X1ന്റെ വാല്യൂ 1 ആയിരിക്കും. X1ന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. അതായത് ഇത് സെലക്ട് ചെയ്തത് അവിടെയായിരുന്നു. മറ്റ് ഇക്വേഷൻസിൽ കോഎഫിഷ്യന്റ് 0 ആക്കുവാണ് കാനോനിക്കൽ ഫോമിൽ ചെയ്തത്. അപ്പോൾ മറ്റ് റോസിൽ ആ കോളത്തിൽ ഫസ്റ്റ് കോളം ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു.
വാല്യൂസ് സീറോസ് ആണ്. അതുപോലെ ട്രാൻസ്ഫോർമേഷൻസ് ശരിക്കും ഇത് റോ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. R1 റിമെയിൻസ് ദ സെയിം. നിങ്ങൾ റോ മെട്രിക്സിൽ ചെയ്യാറില്ലേ? ഇതെന്താ പറ്റിയ R2 goes to R2 എപ്പോഴും നമ്മൾ R1 ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് കോൾഡ് ദ സോഴ്സ് റോ. ഇതല്ല ഇവിടെ കഴിഞ്ഞ സ്റ്റേജിലാണ്. ഈ കാണുന്നതാണ് അണ്ടർലൈൻ ചെയ്യുക സോഴ്സ് റോ. ഇതാണ് സോഴ്സ് റോ. അപ്പോൾ സോഴ്സ് റോ ഉപയോഗിച്ച് വേണം നമ്മൾ കാൽക്കുലേഷൻസ് നടത്താൻ. R2 goes to R2 minus 5 minus 5 R1. R3 goes to R3 minus R3 ലെ പൊസിഷനിൽ 3 ആണ്. R1 അതിൽ 1 ആണ്. R1 ഉപയോഗിക്കുകയും വേണം. R3 minus 3 R1. ആ ട്രാൻസ്ഫോർമേഷനിലാണ് നിങ്ങൾക്ക് തേർഡ് റോ കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ റൗണ്ട് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ ഉണ്ടോ? ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ 1 ആക്കുക, ബാക്കി പൊസിഷൻസിൽ 0 ആകുന്ന പോലെ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുക എന്നതാണ് അടുത്ത സ്റ്റേജ്. സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത്. അതും കഴിഞ്ഞു. ദെൻ find the new value of the objective function. -5 into 2, 0 into 0, 0 into 6. The value is -10. ഈ പ്രോബ്ലത്തിന്റെ കേസിൽ എഴുതിയിട്ടുണ്ട്. ന്യൂ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് നെറ്റ് എവാലുവേഷൻസ്. ഈ കേസിൽ നെറ്റ് എവാലുവേഷൻസ്. നെറ്റ് എവാലുവേഷൻസ് കാനോണിക്കൽ ഫോമിൽ പറഞ്ഞിട്ടുള്ളതാണ്. CJ ബാർ CJ -5 മൈനസ് ഓഫ് ഇന്നലെ കാണിച്ചതെന്നാണ്. -5 into മൈനസ് ഓഫ് -5 into 1, 0 into 0, 0 into 0. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ഇത് ബേസിക് വേരിയബിൾസിന്റെ കേസിൽ 0 ആയിരിക്കും. മറ്റ് വേരിയബിൾസിന്റെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്താണ് എന്ന് ചെയ്യുമ്പോൾ എന്താണ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ നെറ്റ് എവാലുവേഷൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ എന്താ ചെയ്യാം? അപ്പോൾ പിന്നെയും പഴയപടിയായി പുതിയൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വന്നിരിക്കുന്നു. അത് ശരിക്കും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് പകരമല്ല, തൽക്കാലത്തേക്കുള്ളതാണ്. ഇൻ ടേംസ് ഓഫ് നോൺ ബേസിക് വേരിയബിൾസ്. അവിടുത്തെ കോഎഫിഷ്യൻസ് നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റേജ് വേണമെന്ന് തീരുമാനിക്കും. ഇനി എന്നാ ഈ പണി തന്നെ റിപ്പീറ്റ് ചെയ്യാം. സ്റ്റെപ്പ് 2ലേക്ക് നമ്മൾ പോവുക. 7th സ്റ്റേജ് കഴിഞ്ഞാൽ പോകേണ്ടത് സ്റ്റെപ്പ് 2ലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ പണി. Go back to step 2. Examine the relative cost coefficients. ഇവിടെ അത് സംഭവിച്ചു. If all the relative cost coefficients greater than or equal to 0, then the current solution is optimal. ഈ കേസിൽ അത് സംഭവിച്ചു. സ്റ്റെപ്പ് 2ലേക്ക് പോയപ്പോൾ ഒപ്റ്റിമൽ ആയി കിട്ടി. എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. ഇവിടെ നെഗറ്റീവ്സ് ഉണ്ടാകാം. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3ലേക്ക് പോവുക. ഈ പ്രോസസ്സ് ഇത് സംഭവിക്കുന്നതോടെ വരെ ഏതാ 2 കാര്യം സംഭവിക്കാം. ഏതാ B/PA റേഷ്യോസ് നെഗറ്റീവ് എന്നുള്ള കാര്യം ചിലപ്പോൾ സംഭവിക്കാം. അല്ലെങ്കിൽ all the relative cost coefficients greater than or equal to എന്നുള്ള കാര്യം സംഭവിക്കാം. ഇതിൽ രണ്ടില് ഏതെങ്കിലും സംഭവിച്ചാലേ നമ്മുടെ പ്രോസസ്സ് തിരുത്തും. ദിസ് ഇസ് എ പ്രൊസീജിയർ ഓഫ് സിംപ്ലെക്സ് മെത്തേഡ്. ഈ പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിൽ വലിയ കഥയൊന്നും തോന്നത്തില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഈ സെക്ഷനൊക്കെ വിട്ട് അങ്ങനെ വിടാൻ പറ്റത്തില്ല. ഈ OT പേപ്പറിൽ മുഴുവൻ തന്നെ സിംപ്ലെക്സ് മെത്തേഡ് ഉണ്ട്. അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഇതിന്റെ പ്രോസസ്സ് എന്തായിരുന്നു എന്ന് ടേബിൾ കണ്ടാൽ മനസ്സിലാവത്തില്ല. തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാനോണിക്കൽ ഫോം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവേണ്ടതാണ്. PG സ്റ്റുഡൻസ് ആണോ എന്ന് വിചാരിച്ച് ഞാൻ അതുപോലെ തന്നെയാണ് തിയറി എടുത്തിരിക്കുന്നത്. അപ്പോൾ തിയറി നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം. പണ്ട് കാൽക്കുലേഷൻസ് വെറുതെ ചെയ്തു എന്നുള്ളത് ഡിഗ്രിക്ക്. ഇപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നത്. ഇനി എപ്പോഴാവശ്യം വന്നാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് സ്റ്റെപ്സും കൂടി ഞാനിങ്ങനെ എഴുതി തരാം. അപ്പോൾ പ്രോബ്ലം വെച്ചിട്ട് തന്നെ നിങ്ങൾ ഈ സ്റ്റെപ്സ് നോട്ട്സിൽ എഴുതുക. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞില്ലേ, തേർഡും ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് പ്രോബ്ലത്തിന് നമ്പറും എല്ലാം കൊടുത്തിട്ട് ആ പ്രോബ്ലത്തെ ബേസ് ചെയ്താണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്പേഴ്സൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് സിംപ്ലെക്സ് മെത്തേഡിന്റെ പ്രൊസീജിയറും കൂടെ മനസ്സിലാക്കി പോവാം. പ്രൊസീജിയർ തീരാൻ 2 മാർഗങ്ങളെ ഉള്ളൂ. ഒന്നുകിൽ ഏതെങ്കിലും സ്റ്റേജിലെ B/PA എല്ലാം നെഗറ്റീവ് റേഷ്യോസ് ആണ്, അല്ലെങ്കിൽ എല്ലാം റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. ടേബിളിൽ നോക്കി സൊല്യൂഷൻ പറയാം. മറ്റേതിന് സൊല്യൂഷൻ ഉണ്ട്, ഇല്ല എന്നല്ല, ബട്ട് ഇറ്റ് ഹാസ് ആൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ. കൺക്ലൂഷൻ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇന്നലത്തെ അസൈൻമെന്റിലെ കൺക്ലൂഷൻ. സൊല്യൂഷൻ ഇല്ല എന്നൊന്നും കയറി പറയണ്ട. കൺക്ലൂഷൻ പറയാൻ പറ്റിയില്ല എന്ന് പറയണ്ട. കൺക്ലൂഷൻ പറയാം. ദ പ്രോബ്ലം ഹാസ് ആൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ. അപ്പോൾ ഇന്നലെ ബുക്കിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവും. കൺക്ലൂഷൻ നിങ്ങൾ എഴുതിക്കോളുക. അത് നന്നായിട്ട് പഠിക്കുക. ഉത്തരവാദിത്വത്തോടെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. നിർബന്ധം പഠിക്കാൻ ആളുണ്ടാവില്ല എന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ നോട്ട്സ് ചെക്ക് ചെയ്യുകയോ നിങ്ങളോട് എപ്പോഴും നേരിട്ട് കണ്ട് പറയുകയോ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് അവസരങ്ങളില്ല. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, അവസരങ്ങളില്ല. പിന്നെ എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ ആകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉത്തരവാദിത്തോടെ പെരുമാറുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.